ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഔട്ടിംഗ് ഷോപ്പിംഗ് മൂവി വ്ളോഗായിരിക്കും. നമുക്ക് നോക്കാം എന്താണെന്ന് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല പോണത്, എൻ്റെ കൂടെ വേറെ 2 പേരുണ്ട്. ആരാന്നൊക്കെ ഞാൻ വഴിയേ കാണിക്കാം കേട്ടോ. ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്, കാരണം രാവിലെ എണീറ്റപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് പുറത്ത് പോവാം. ഫ്രണ്ട്സാണ് കേട്ടോ, ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാനൊരാളെ വിളിച്ചു. എപ്പോഴും അവൈലബിൾ അല്ല ആളിപ്പോൾ ജോലിക്കൊക്കെ കയറി. സോ ഞാൻ ആളെ വിളിച്ചപ്പോൾ ആളിന്ന് ലീവാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് പറ്റിയ ദിവസം ഇന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചു. സോ ഞാൻ റെഡി ആയിട്ടോ. ഞാൻ കാര്യമായിട്ടുള്ള റെഡിയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ചെറുതായിട്ട് തന്നെ ഡാർക്ക് സർക്കിൾ ഒന്ന് ഹൈഡ് ചെയ്തു. അത് കറക്റ്റ് ഹൈഡായിട്ടില്ല. എനിക്ക് വീഡിയോ എടുത്ത് എൻഡിങ് കഴിഞ്ഞിട്ട് വേണം, വീഡിയോ എടുത്ത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇവിടെ ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്. അതിപ്പോഴാണ് ഞാൻ കണ്ടത് കേട്ടോ. ഓക്കെ, ദെൻ ഞാൻ കണ്ണെഴുതി, മസ്കാര ഇട്ടു, ഐഷേഡ് ഇട്ടു, ലിപ്സ്റ്റിക് ഇട്ട്, ഹൈലൈറ്റ് ഇട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ദെൻ ഞാൻ വേറെ ഇതേക്കുന്നത് ഈ ഒരു ക്രീം കളറിലുള്ള ഒരു ഷർട്ടും ബ്ലൂ ജീൻസാണ് കേട്ടോ. ഓക്കെ, ഇപ്പം ഞാൻ ഇറങ്ങാൻ പോവുകയാണ്. ബാക്കി വിശേഷങ്ങൾ വഴിയേ പറയാം. ഓക്കെ, അപ്പം ഞാൻ എന്താ വണ്ടിയിൽ കയറി ഇരുന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് പേര് ഞാൻ ചോദിക്കുന്ന കേട്ടു, ഈ ഒരു വണ്ടി ഓട്ടോമാറ്റിക് ആണോ എന്ന്. യെസ്, ഇത് ഓട്ടോമാറ്റിക് ആണ്. ഞാൻ മാനുവലും ഡ്രൈവ് ചെയ്തിട്ടുണ്ട് കേട്ടോ, പക്ഷെ ഇപ്പോൾ കുറേയായിട്ട് ഓട്ടോമാറ്റിക് ആണ് ഡ്രൈവ് ചെയ്യുന്നത്. സീറ്റ് ബെൽറ്റ് ഇട്ടു, സെറ്റായി. സോ പോവാം. എപ്പോഴും പ്രാർത്ഥിക്കും കേട്ടോ, പ്രാർത്ഥിച്ചിട്ടാണ് പോകാറുള്ളത്. അമ്മോട് പറയട്ടെ, അമ്മേ പോവാണേ. നമ്മുടെ ഇവിടെ നിന്നേ നമ്മുടെ ഇവിടെ നിന്ന് ഒരു തൃശ്ശൂർക്ക് ഒരു 45-50 മിനിറ്റ്സ് ഉണ്ട് കേട്ടോ. നോർമൽ ഡ്രൈവ് ആണെങ്കിൽ. ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു 1 hour മേലെ എടുക്കും. പൂങ്കുന്നം കഴിഞ്ഞ അപ്പുറത്തേക്കാണ് കുറച്ചും കൂടി ബ്ലോക്ക് കൂടുതലുള്ളത്. അതിന് മുന്നേ വരെ അങ്ങനെ വലിയ ബ്ലോക്ക് ഇല്ല. പിന്നെ സ്കൂൾ ടൈം, ഓഫീസ് ടൈം ഒക്കെ ആണെങ്കിലും ബ്ലോക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഇതേപോലെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അധികം ഞാൻ ഫോണിലേക്ക് നോക്കുന്നില്ല, എൻ്റെ ഡ്രൈവിംഗ് കോൺസെൻട്രേഷൻ പോകും. അങ്ങനെ പെട്രോളൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സൺഗ്ലാസ് ഒക്കെ വെച്ചു. കാരണം ഇനി കുറച്ച് ലോങ് പോകണ്ടേ, അതുകൊണ്ട് ഞാൻ സൺഗ്ലാസ് ഒക്കെ വെച്ചോണ്ട്. നല്ല വെയിലും ഉണ്ടായിരുന്നു, കുഴപ്പമില്ലാത്ത വെയിലുണ്ടായിരുന്നു കേട്ടോ. ആദ്യം കുറച്ച് മഴക്കാരായിരുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല വെയിലായിട്ടോ. പിന്നെ റിട്ടേൺ വരുമ്പോഴാണ് മഴക്കാറുണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പം നമ്മളിതാ ഇനി നമ്മുടെ ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആരാന്നൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഒരാളല്ല, 2 ആളുണ്ട് കേട്ടോ. ഒന്ന് ഞങ്ങൾ ആദ്യമായിട്ടാണ് 3 ആളും കൂടിയിട്ട് ഔട്ടിങ്ങിന് പോകുന്നത്. 2 ആളും കൂടിയിട്ട് പോകാറുണ്ട്, ഫസ്റ്റ് ടൈമാണ് 3 ആളും കൂടി പോണത് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. നമ്മൾ ചൂണ്ടലിൽ നിന്ന് അവരെ പിക്ക് ചെയ്യാനാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഫൈനലി ഇത് അവരെ പിക്ക് ചെയ്തു. ഞാൻ വീണയുടെ കൂടെയാണ് കേട്ടോ പോണത്. വീണേനെ നിങ്ങൾക്ക് അറിയുണ്ടാവും, ഞാൻ വർക്ക് ചെയ്തിരുന്ന പ്ലേസിലെ മാനേജറായിരുന്നു. എൻ്റെ അവളുടെ കുട്ടിയാണിത് കേട്ടോ. അങ്ങനെ ഞങ്ങളിന്ന് 3 ആളും കൂടിയിട്ടാണ് ഔട്ടിങ്ങിന് വന്നേക്കുന്നത്. ഞാൻ പറഞ്ഞു വീണോട്, നീ വരുമ്പോൾ അവളെയും കൂടി എടുത്തോന്ന് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഒരു ഫ്രണ്ടിൻ്റെ കുട്ടിയുടെ കൂടെ ഞാൻ ഔട്ടിങ്ങിന് പോണത് കേട്ടോ. ഫ്രണ്ടും കുട്ടിയും ഞാനും കൂടിയിട്ട്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കി നോക്കാം കേട്ടോ. അവൾക്കാണെങ്കിൽ 3 വയസ്സായിട്ടേ ഉള്ളൂ. അവൾ നേഴ്സറിയിൽ പോയേക്കായിരുന്നു കേട്ടോ. നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്തത്. പെട്ടെന്നുണ്ടായ ഒരു തീരുമാനം കാരണം അവൾ നേഴ്സറിയിൽ പോയിട്ടുണ്ടായിരുന്നു. സോ അവൾ വേഗം പോയിട്ട് പിക്ക് ചെയ്തു. അതിനുശേഷം പിന്നെ കാറിൽ ഇരുന്നിട്ടൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തേ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ പോണത് ശോഭയിലുള്ള ഇനോക്സിലേക്കാണ്. ഇനോക്സ് ആണോ ഐനോക്സ് ആണോ എന്താകട്ടെ ആ സംഭവം. സിനിമ കാണാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. നമ്മൾ കാണാൻ പോകുന്നത് കിരീടമല്ല കേട്ടോ. നമ്മൾ കാണാൻ പോകുന്നത് ഏത് പടാ ഞാൻ മറന്നു, ബാലനാണ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഒന്ന് മുൻപായിട്ട് നമ്മൾ പോപ്കോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവളോട് ഇങ്ങനെ എനിക്ക് ഒരെണ്ണം തരുമോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ പാവം കുട്ടിയെ തന്നെ എനിക്ക് കുറേ തന്നു. ഞാൻ അവളും കൂടിയിട്ടായിരുന്നു പോപ്കോൺ കഴിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ചീസി പോപ്കോൺ ആയിരുന്നു. ആൻഡ് വീണ സെയിം എന്നെ പോലെ അവിടെ നിന്ന് റിസൈൻ ചെയ്തു കേട്ടോ.
അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് ഇപ്പോൾ വേറൊരു സ്ഥലത്താണ് അവൾ വർക്ക് ചെയ്യുന്നത്. ഞാൻ റിസൈൻ ചെയ്ത സെയിം ഡേ തന്നെ അവളും റിസൈൻ ചെയ്തു. ഇപ്പോൾ അവൾ തൃശ്ശൂരുള്ള ഒരു പാർലറിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. പാർലറല്ല, അതൊരു ലോഞ്ച് തന്നെയാണ്, യൂണിസെക്സ് സലൂൺ ലോഞ്ച് തന്നെയാണ് കേട്ടോ. നമ്മുടെ ലിബ പോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലോഞ്ചാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് എൻ്റെ ഐ മേക്കപ്പ് ലുക്ക് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ അവളോട് ഇങ്ങനെ പറയുന്നത് കേട്ടോ. എൻ്റെ ഐ മേക്കപ്പ് ലുക്ക് കണ്ടോ, വെറൈറ്റി ആയിട്ടില്ലേ എന്നൊക്കെ ഞാൻ അങ്ങനെ ചോദിക്കുകയായിരുന്നു. ഞാനൊരു ക്യാറ്റായി ചെയ്യാൻ നോക്കിയതാണ്. ക്യാറ്റായി ആയില്ലെങ്കിലും ആരുടെയോ ഒരു ഐ ആയിട്ടുണ്ട് ചെയ്തു വന്നപ്പോൾ. നമ്മളിതാ മൂവി കാണാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. നമ്മളൊരു കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 15 മിനിറ്റ്സ് നമ്മളവിടെ വെയിറ്റ് ചെയ്തു. അവൾ കണ്ടോ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, നല്ല ഹാപ്പി ആയിരുന്നു. മൂവി കാണാമെന്നൊക്കെ പറയുമ്പോൾ ഓടി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, കരയോ, ചില കുട്ടികൾ കണ്ടല്ലോ കരയുക, പകുതി വെച്ചിട്ട് അമ്മമാരെ അവരുടെ അടുത്ത് പുറത്ത് പോയി നിൽക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ചെറുതല്ലേ, പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല കേട്ടോ. മൂവി കഴിയണ വരെ സുഖമായിട്ടായിരുന്നു. മൂവിക്കൊന്ന് ഇൻ്റർവെല്ലിൽ വരെ നമ്മൾ കഴിച്ചിട്ടിരുന്നു. എന്തൊക്കെയോ പോപ്കോണും നഗറ്റ്സൊക്കെ കഴിച്ചിട്ടിരുന്നു കേട്ടോ. നഗറ്റ്സ് നമ്മൾ ഓർഡർ ചെയ്ത് സീറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് ചെറുതായിട്ട് ഉറക്കമൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ പിന്നെ സുഖമായിട്ട് അങ്ങോട്ട് ഉറങ്ങി. പിന്നെ മൂവി കഴിഞ്ഞിട്ടാണ് ആൾ എണീറ്റത് കേട്ടോ. സോ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ആളായിട്ട്. നല്ല സ്മൂത്തായിട്ട് തന്നെ പോയിട്ടോ. ആദ്യം ഞാൻ അവൾ അപ്പുറത്താണ് ഇരുത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അടുക്കിലിരുത്തിക്കാൻ എനിക്ക് പോപ്കോൺ കിട്ടാൻ വേണ്ടിയിട്ട്. വീണയ്ക്ക് വലിയ പോപ്കോൺ താല്പര്യമില്ല. ഞാനും അവളും കൂടിയിട്ടാണ് മൂവി കണ്ട് ഇങ്ങനെ പോപ്കോൺ കഴിച്ചിരുന്നത്. പിന്നെ അവളെ മടിയിലിരുത്തിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കണ്ട് അവൾ ഉറങ്ങി. ഇൻ്റർവെല്ലാണ് ഉറങ്ങിട്ടോ. മൂവിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല മൂവിയാണ് കേട്ടോ, നല്ല മൂവിയാണ്. ഒരു കുട്ടിയുടെ കഥയാണ്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, സ്പോയിലർ ആവണ്ട. നല്ല മൂവി, ഇഷ്ടപ്പെട്ടു. പിന്നെ കുറേ ആയി ഇറങ്ങിയിട്ട് ഈ ഒരു മൂവി, അധികം തിരക്കൊന്നുമില്ല തിയേറ്ററിൽ. നമ്മളൊരു 10-30 പേര് അത്രയ്ക്ക് തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ മൂവി കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നമ്മൾ മൂവി റിവ്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെയായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട്. കുഴപ്പമില്ലാത്ത നല്ല മൂവി, അത്രയ്ക്ക് തന്നെ ഉള്ളൂ കേട്ടോ. കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല മൂവിനെ പറ്റി. നമ്മളിനി നേരെ പോകേണ്ടത് എവിടേക്കാണ്, വാഷ്റൂമിലേക്കാണ് കേട്ടോ. കാരണം രണ്ടല്ല ഓൾമോസ്റ്റ് 4 hours ആയിട്ട് നമ്മൾ ആ തിയേറ്ററിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ വാഷ്റൂമിൽ പോയിരുന്നൊന്ന് സെറ്റായിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ പോവാം, അതുപോലെ തന്നെ ഷോപ്പിംഗ് ഉണ്ട്, അപ്പോൾ അതിനൊക്കെ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു. യെസ്, നമ്മൾ നേരെ വാഷ്റൂമിലൊക്കെ പോയി. പിന്നെ ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ നമ്മൾ ഫുഡ് കോർട്ടിൽ വന്നു, ഫുഡ് ഓർഡർ ചെയ്തു. നമ്മൾ മക്ഡൊണാൾഡ്സിൽ നിന്ന് ഫുഡാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഞാൻ തോന്നുന്നു എനിക്ക് ബർഗറാണ്, ഞാൻ അങ്ങനെ ബർഗർ കഴിക്കാറില്ല, എന്തോ ബർഗർ കഴിക്കാൻ തോന്നി, ഞാൻ ബർഗർ ഓർഡർ ചെയ്തു. എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയുന്നതാണ് കേട്ടോ, പോളണ്ടിൽ അവൻ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് മക്ഡിയുടെ ഫുഡാണ്, അതിൽ പ്രത്യേകിച്ച് ബർഗർ. അപ്പം ഞാനങ്ങനെ മക്ഡിയിലെ ഫുഡ് അങ്ങനെ കഴിക്കാറുണ്ട്. നമ്മൾ കൂടുതൽ ചിക്കൻ, KFC അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഇവൻ്റെ കൂടെ കൂടിയിട്ടാണ് മക്ഡിയൊക്കെ കഴിച്ചു തുടങ്ങിയത്. അപ്പോൾ എനിക്കും കുഴപ്പമില്ലാണ്ട് ഇഷ്ടമായി തുടങ്ങി. നമ്മൾ അധികം ഒന്നും പറഞ്ഞില്ല, കാരണം ഓൾറെഡി നമ്മൾ തിയേറ്ററിൽ അത്യാവശ്യം കഴിച്ചിട്ടുണ്ട്. പോപ്കോണിൻ്റെ അത്യാവശ്യം റെഗുലറിൻ്റെ ബോക്സ് ആയിരുന്നു. പിന്നെ നമ്മൾ നഗറ്റ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കഴിച്ചു. പിന്നെ നമ്മൾ അതുകൊണ്ട് ബർഗറും അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസും ഒറ്റ കോളയോ സ്പ്രൈറ്റും എന്തുമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെ ബർഗർ കഴിച്ചു. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും എൻ്റെ ലാസ്റ്റ് ബർഗർ. കാരണം ഇതിന് ശേഷം ഇവരൊക്കെ ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. പല്ലിന് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് എനിക്കിനി ബർഗർ, മാങ്ങ, ആപ്പിൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇതുപോലെ അങ്ങനെ കടിച്ച് കഴിക്കാൻ പറ്റില്ല. ഇങ്ങനെ പിച്ചി കഴിക്കണം, അതിന് ബന്ധം കഴിക്കാണ്ടിരിക്കാനല്ലോ. അപ്പോൾ മേ ബി ഇതായിരിക്കും എൻ്റെ ലാസ്റ്റ് ബർഗർ. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ബർഗറൊക്കെ കഴിച്ചു. കുറച്ച് നേരം അവിടെ സംസാരിച്ചിരുന്നു കേട്ടോ. എന്നിട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി പോയിട്ടോ. ഫസ്റ്റ് കയറിയത് മാക്സിലാണ് കേട്ടോ. മാക്സിൽ ഇപ്പോൾ നല്ല ഓഫർ നടക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ അവിടുത്തെ എന്തോ ഒരു മെമ്പർഷിപ്പ് കാർഡോ അങ്ങനെ ഞാൻ എന്തോ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കാരണം എനിക്ക് 1000 റുപ്പീസിന് പർച്ചേസ് ചെയ്താൽ 250 റുപ്പീസ് കുറയ്ക്കും, അങ്ങനെ എന്തോ ആണ്. ഞാൻ അവിടെ എലൈറ്റ് മെമ്പർ എന്തോ ആയിട്ടുണ്ട്. എനിക്ക് വന്ന ഓഫറാണ് കേട്ടോ. ഞാനതിന് മുന്നേ ഇവിടുന്ന് ഷോപ്പ് ചെയ്ത കാരണം എനിക്ക് അതിൻ്റെ ഒരു ഇത് വന്നു. അപ്പം ഞാൻ മെമ്പർഷിപ്പ് എടുത്തു. മെമ്പർഷിപ്പിന് ശരിക്ക് എത്രയോ എമൗണ്ട് ഉണ്ട്, അത്ര എമൗണ്ട് എനിക്ക് കൊടുക്കേണ്ട വന്നില്ല, എന്തോ ഒരു ഓഫറുള്ള കാരണം. എനിക്കിനി ഓഫ്ലൈനായിട്ടും മാക്സിൽ നിന്ന് പർച്ചേസ് ചെയ്യും, അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ട്. ഞാൻ അങ്ങനെ മാക്സിൽ നിന്ന് ഓഫ്ലൈനായിട്ട് പർച്ചേസ് ചെയ്യാറില്ല. എപ്പോഴും ഷോപ്പിലൊക്കെ വന്നു കഴിഞ്ഞാലാണ് പർച്ചേസ് ചെയ്യാറുള്ളതും കുറവാണ്. കൂടുതലും സുഡിയോ ആണ് നോക്കാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം മാക്സിൽ വന്നപ്പോൾ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനതുകൊണ്ട് വിച്ചുവിന് ഒരു ടീഷർട്ട് വാങ്ങി. യെസ്, വിച്ചുവിന് ഇപ്പോൾ അടുത്തായി ഞാൻ 2-3 ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ട് വിച്ചു വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നോട്ട് ഷുവർ, പക്ഷേ ചിലപ്പോൾ വരാം, ചിലപ്പോൾ വരാതിരിക്കാം ഓണ സമയത്ത് കേട്ടോ. എനിക്ക് ഉറപ്പില്ല, ഇപ്പോഴും ടിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല, ലീവിന് അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ. 50% വരാം, 50% വരാണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ അധികം എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ ഡ്രസ്സ് വാങ്ങിച്ച് വയ്ക്കും കേട്ടോ. അത് എപ്പോഴും പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ എനിക്ക് വാങ്ങുമ്പോൾ അവനും കൂടെ വാങ്ങാറുണ്ട്, വന്നു കഴിഞ്ഞാൽ ഇടാനൊക്കെ ആയിട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ സുഡിയോ പോയി. സുഡിയോയിൽ ഇവൾക്ക് കുറച്ച് ജീൻസ് കാര്യങ്ങളൊക്കെ എടുത്തു. ഞാൻ 2-3 ബ്രീഫിൻ്റെ സെറ്റ് എടുത്തു കേട്ടോ. ഇവിടുത്തെ ബ്രീഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ ബ്രീഫിൻ്റെ സെറ്റ് എടുത്തു. അങ്ങനെ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് പിന്നെ നമ്മൾ
അവിടെ നിന്ന് ഇറങ്ങി നേരെ പിന്നെ നമ്മൾ പോയത് കാറിലേക്കാണ് കേട്ടോ. ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചധികം സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. വെറ്റ് വൈപ്സ്, അതുപോലെ തന്നെ ബാംഗിൾസ്, അങ്ങനെ 1-2 ഐറ്റംസ് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഞാനും അവളും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അവൾ ജീൻസാണ് മെയിനായിട്ട് വാങ്ങിയത്. പിന്നെ ഞാൻ അവളുടെ കുട്ടീനായിട്ട് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അവൾ പിന്നെ ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല ഉഷാറായിട്ടോ, അങ്ങനെ ഓടിക്കളിയായിരുന്നു. ആദ്യമൊന്നും എൻ്റെ അടുത്ത് വലിയ വന്നിരുന്നില്ല കേട്ടോ. കുറച്ചങ്ങനെ ഗ്യാപ്പ് ഇട്ട് നിൽക്കായിരുന്നു, അറിയാത്ത ആളായ കാരണം. പിന്നെ നമ്മൾ നല്ല കമ്പനി ആയപ്പോൾ പിന്നെ എൻ്റെ അടുത്തൊന്നും പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ കണ്ട് ഓടി കളിക്കുകയാണ്. എൻ്റെ അടുത്ത് തന്നെയായിരുന്നു കൂടുതലുണ്ടായിരുന്നത് കേട്ടോ, ഷോപ്പിംഗ് ചെയ്യുമ്പോഴൊക്കെ. പിന്നെ നമ്മൾ കാർ പാർക്കിങ്ങിൽ പോയി കാർ എടുത്തു. നമ്മളിതാ ഇനി ഷോപ്പിൽ നിന്ന് പോവാണ് റിട്ടേൺ വീട്ടിലേക്ക്. പോണ വഴിയിൽ നമ്മൾ അച്ഛൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടിൻ്റെ മകളെ കണ്ടു കേട്ടോ. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ യൂട്യൂബിലെ കാര്യമൊക്കെ പറയായിരുന്നു. അപ്പോൾ വീഡിയോസ് കാണുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു ചെറുതായിട്ട് മടി പിടിച്ചു, വേറെ ഒന്നുമില്ല. അപ്പോൾ പിന്നെ ആ ചേച്ചിയാണെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ചേച്ചിയാണ് കേട്ടോ. എല്ലായ്പ്പോഴും ഷോപ്പിൽ വന്ന ചേച്ചിനെ കണ്ടിട്ടേ ഞാൻ പോകാറുള്ളൂ. മിക്കപ്പോഴും ഞാൻ കാണാറുമുണ്ട് കേട്ടോ. അങ്ങനെ ഇന്ന് കാണാൻ പറ്റിയില്ല, ഷോപ്പ് ക്ലോസ്ഡ് ആയിട്ട് കിടക്കുകയായിരുന്നു. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ തിരിച്ചു പോകുമ്പോൾ ചേച്ചി നിൽക്കുന്നു കേട്ടോ. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഔട്ടിങ് അങ്ങോട്ട് കഴിഞ്ഞു. 3 ആളും കൂടി അടിച്ച് പൊളിച്ചങ്ങോട്ട് ആഘോഷിച്ചു. ഫസ്റ്റ് ടൈമാണ് ഫ്രണ്ടിൻ്റെ കുട്ടിയുടെ കൂടെ ഒരു ഔട്ടിങ്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഉദ്ദേശിച്ച പോലെയല്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ നടന്നു കേട്ടോ. പിന്നെ വീണ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകാമെന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു നല്ല കാര്യം, വ്ളോഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു തോന്നുന്നു. അവളുടെ കയ്യിലുള്ള വള കണ്ടോ, അതാണ് കേട്ടോ നമ്മൾ വാങ്ങിയത്. നമ്മൾ 2 പേരും ഒരേപോലത്തെ വള വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. റിട്ടേൺ പോകുമ്പോൾ ചെറുതായിട്ട് മഴക്കാരും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഞാൻ സൺഗ്ലാസ് ഒന്നും ഇട്ടില്ല. ദെൻ നമ്മൾ അവളെ പിക്ക് ചെയ്ത സ്ഥലത്ത് തന്നെ ഡ്രോപ്പ് ചെയ്തു കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ റിട്ടേൺ എൻ്റെ വീട്ടിലേക്ക് ഞാൻ ഒറ്റയ്ക്കാണ് പോയിട്ടുണ്ടായത്. നമ്മുടെ ഇന്നത്തെ ഒരു ഷോപ്പിംഗ് മൂവി സംഭവം കഴിഞ്ഞു കേട്ടോ. ഇന്ന് വീണയുടെ കുട്ടീനെയായിട്ടായിരുന്നു നമ്മൾ പോയിട്ടുള്ളത്. അതെനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയും കൂടിയിട്ടൊന്ന് നമ്മൾ ഒരു ഡേറ്റിങ്ങിന് പോലെ അല്ലെങ്കിൽ ഒരു ഔട്ടിങ്ങിന് പോലെ പോകണത് കേട്ടോ. എന്തായാലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ആളങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ആൾക്ക് 3 വയസ്സായി, വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് നമ്മളിപ്പോൾ കാറ് സൈഡിൽ പാർക്ക് ചെയ്തേക്കാണ് കേട്ടോ. അതായത് വീട്ടിലേക്ക് എത്തണേ ഉള്ളൂ. ചെറുതായിട്ട് നമുക്ക് മഴ കിട്ടി റിട്ടേൺ വരുമ്പോൾ കേട്ടോ. പോകുമ്പോൾ മഴ കിട്ടിയില്ല. പിന്നെ ഇന്നത്തെ ഡേ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നമ്മൾ മൂവി കണ്ടു, ബാലൻ മൂവി. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു എൻഡിങ് ആയിരുന്നു. അത്യാവശ്യം നല്ല മൂവിയാണ്. ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല മൂവി കാണാൻ പോകുന്നു ബാലൻ. നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചാണ് ബാലൻ മൂവി കാണാൻ. അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ബാലൻ മൂവി കാണാൻ. സോ ഇപ്പം നമ്മൾ വിചാരിച്ചു ബാലൻ മൂവി കാണാം, അങ്ങനെ പോയി കണ്ടതാണ് കേട്ടോ. അപ്പം ഞാൻ ഇനി വീട്ടിലേക്കാണ്. ചിലപ്പോൾ വീട്ടിലേക്കായിരിക്കും, ചിലപ്പോൾ അമ്മയുടെ അച്ഛൻ്റെയും കടയിലേക്കായിരിക്കും. അപ്പം അതിനിടയിൽ ഞാനൊന്ന് ഡോക്ടറെ കാണിച്ചു, ഡെന്റിസ്റ്റിനെ കാണിച്ചു. എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് ഈ ഒരു ജോഡ് അവിടെ. അപ്പം അത് കാണിച്ചപ്പോൾ കുറച്ച് ഇതാണ്, അതിൻ്റെ പിന്നിൽ നടക്കണം കുറച്ച്. ഞാനാണെങ്കിൽ ഓൾറെഡി ഒരു 3 വട്ടം എൻ്റെ പല്ലിൽ കമ്പിയിട്ട ആളാണ്. ഇനിയും കമ്പിടാൻ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു കമ്പിടാണ്ട്. അപ്പോൾ ഒരു പറഞ്ഞാൽ കമ്പിയിടണ്ട ഈ ഒരു പ്രശ്നത്തിൽ, പക്ഷെ വേറൊരു സാധനം ചെയ്യാനുണ്ട്. പല്ലിലായ കാരണം എനിക്ക് ഭയങ്കര ഒരു ഇതാണ് പല്ലിൽ ചെയ്യാനായിട്ട്. കാരണം കുറേ കാര്യങ്ങൾ എൻ്റെ പല്ലിൽ ചെയ്തിട്ടുണ്ട് പറഞ്ഞു. 3 വട്ടം പല്ലിൽ കമ്പി ഇട്ടിട്ടുണ്ട്. സോ അതിൻ്റെ പിന്നാലെ നടക്കാൻ വലിയ താല്പര്യമില്ല എന്നാലും. പക്ഷെ ഇത് കുറച്ച് എനിക്ക് എന്താ പറയുക, ഇത് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഫ്യൂച്ചറിൽ ഭയങ്കര പ്രശ്നമായിരിക്കാം. എൻ്റെ ഫേസിൻ്റെ ഷേപ്പ്, അതുപോലെ തന്നെ പല്ല്, എൻ്റെ ജോ എല്ലാം പ്രശ്നമാവും. അപ്പോൾ ഡോക്ടറെ കാണിച്ചു. എന്തായാലും 2 days കഴിഞ്ഞിട്ട് സർജനെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ പിന്നാലെ നടക്കണം കുറച്ച് ദിവസം. അപ്പോൾ അങ്ങനെ ഞാൻ കാര്യമായിട്ട് വ്ളോഗ് എടുത്തിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എടുത്തിട്ടില്ല എന്ന് പറയും. കാരണം ഇന്ന് എനിക്കങ്ങനെ വീഡിയോ എടുത്ത് നടക്കാനൊരു ഇതുണ്ടായിരുന്നില്ല. എന്താണെന്നറിയില്ല. നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള സ്റ്റുഡിയോന്ന് ടീഷർട്ട്, അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് സ്റ്റുഡിയോന്ന്. അപ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ. വീഡിയോയിൽ മിക്കൊന്നും കാണിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ.